Good evening, ma'am. Good evening. Good evening, ma'am. Good evening. എല്ലാവർക്കും good evening കേട്ടാ. എല്ലാരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കല്ലേ? Good evening, ma'am. പ്രശ്നമൊന്നുമില്ല. Yes, ma'am. പഠിച്ചിരിക്കല്ലേ? Yes, ma'am. Good evening, ma'am. Good evening. Okay. Good evening, ma'am. Good evening. Good evening, Pradeep Krishnan. Okay. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നോ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ ആഴ്ച എന്റെ ക്ലാസ് ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക്, അതുകൊണ്ട് എനിക്കൊരു ശകലം ഓർമ്മക്കുറവ് പോലെ തോന്നുന്നു. ഉണ്ടായിരുന്നില്ലല്ലോ എന്റെ ക്ലാസ് ബുധനാഴ്ച? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ല മാം, ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നണു നമ്മള് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അല്ലേ? ചെറിയൊരു പോർഷനും കൂടി ഉണ്ട്. ചെറിയൊരു പോർഷനും കൂടി ഉണ്ടല്ലോ, അതും കൂടി നമ്മളൊന്ന് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാല് ഈ ഒരു ചാപ്റ്റർ നമ്മുടെ തീർന്നു. ഓക്കെ മാം, ഇതിപ്പോ ഏത് ചാപ്റ്റർ ആണെന്ന് പറയൂ. ഞാൻ 1 വീക്ക് ആയി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട്. ഇത് ഹെൽത്ത് കെയർ തന്നെയാണ് മോളെ, ഹെൽത്ത് കെയർ കേട്ടോ, യൂണിറ്റ് 7. അത് കഴിയാനായിട്ട് പോവാ, കംപ്ലീറ്റ് ആവാനായിട്ട് പോവാ. ഓക്കെ ഓക്കെ മാം. 7 ഹെൽത്ത് കെയർ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കുക കേട്ടോ. ഡയറ്ററി റിക്വയർമെന്റ്സ് ഒന്ന് വായിക്കുക. ദെൻ അതർ ഫുഡ് ഹാബിറ്റ്സ് ഒന്ന് മൈൻഡിലൊന്ന് റീഡ് ചെയ്യുക. മാം, ഇതൊക്കെ കഴിഞ്ഞതല്ലേ? ഇത് കഴിഞ്ഞതായിരുന്നു, ഞാൻ പറഞ്ഞു. ഇതൊക്കെ വൈറ്റമിൻസിന്റെ ഒക്കെ പറഞ്ഞായിരുന്നോ? PDF-ന്റെ ഫുൾ കഴിഞ്ഞു. അപ്പൊ ഇതാണോ കംപ്ലീറ്റ് ആവാനുള്ളത്, അതർ ഫുഡ് ഹാബിറ്റ്സ്? അത് വായിച്ചെന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, ഫുള്ളി പറഞ്ഞില്ല. പിന്നെ മാം വേറെ PDF-ൽ ഇല്ലാത്തത് പറഞ്ഞു തരാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാനത് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഓക്കെ, അപ്പോ അതായത് കുട്ടികളുടെ ഭക്ഷണക്രമമാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ, ഇത് പറഞ്ഞോന്നറിയില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്നോട് പറയാട്ടോ. ഞാൻ ഓക്കെ, 5-6 അതായത് കുട്ടികൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. രേഷ്മ പിയറൊന്ന് മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഒരുമിച്ച് ഭക്ഷണം കൊടുക്കുന്നതിന് നല്ലത്. രേഷ്മ മ്യൂട്ട് ചെയ്യൂ. രേഷ്മ മ്യൂട്ട് ചെയ്യൂട്ടോ. ഓക്കെ, കുട്ടികൾക്ക് ഒറ്റയടിക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നതിന് നല്ലത് 5-6 ഭാഗമായിട്ട്, അതായത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാണ്, ഫുഡ് കൊടുക്കുന്നതാണ് കൂടുതലും സ്യൂട്ട് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതായത് 5-6 നേരമായിട്ട് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് കുറേശ്ശെ ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ നമ്മളിങ്ങനെ കുറേശ്ശെ ആയിട്ട് കുട്ടികളിലേക്ക് ഫുഡ് എത്തിക്കുമ്പോൾ അത് കൂടുതൽ എന്ത് ചെയ്യും, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രീ സ്കൂളിൽ വെച്ച് തന്നെ, അതായത് ഒരു കുട്ടിയുടെ പ്രീ സ്കൂളിൽ KG തലത്തില്, KG സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് കുട്ടിയുടെ ഫുഡ് പ്ലാൻ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിനകത്ത് വെജിറ്റബിൾസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോ റോ ആയിട്ടുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ വേവിച്ച് ബോയിൽ ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടിയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അല്ലെ, അതായത് റൈസിന്റെ ഒക്കെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്തതിന് ശേഷം അത് കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ക്രീം ഒക്കെ മിക്സ് ചെയ്ത് ഫ്രൂട്ട്സ്, അതായത് ഫ്രൂട്ടും ക്രീമും കൂടി എന്താണ് മിക്സ് ചെയ്തിട്ട് കുട്ടിയുടെ ഉള്ളിൽ എത്തിക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഡിസ്കസ് ചെയ്താണ് അല്ലെ? ഓക്കെ, നമ്മൾ കുറച്ച് റെസിപ്പീസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുറച്ചും കൂടി പാട്ടുള്ളൂ. മറ്റ് അതർ ഫുഡ് ഹാബിറ്റ്സ് ആണ് കൂടുതലും തീർക്കാനുള്ളത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഞാൻ വേറെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നറിയില്ല, സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ്, സ്പൈസസ് എന്നിവ എന്ത് ചെയ്യണം, കുട്ടികളുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടം എന്താണ്, അവരുടെ ഇഷ്ടക്കേട് എന്താണ്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ചില ഫുഡിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാകും, ചില ഫുഡിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവരുടെ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ കുട്ടിയെ ഒരിക്കലും നമ്മൾ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അതായത് കമ്പൽ ചെയ്ത് എന്ത് ചെയ്യരുത്, കുട്ടിയെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പറയാൻ പാടില്ല.
പിന്നെ ഇതൊക്കെ പറഞ്ഞു തോന്നുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശാന്തനായിരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് കുട്ടിക്ക്, അതായത് വേറെ ഒരു ഇതിലും ഇപ്പൊ TV കാണുകയോ മൊബൈൽ കളിക്കുകയോ ചെയ്യാനൊന്നും പാടില്ല. ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ജങ്ക് ഫുഡുകള്, വളരെയധികം മധുരമുള്ള ഭക്ഷണങ്ങൾ, ഇപ്പൊ ലഡു, ജിലേബി, അതുപോലുള്ള പിന്നെ കുറെ ചോക്ലേറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ കുട്ടിക്ക് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. പിന്നെ ഇന്നത്തെ കുട്ടികളാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് അമിതവണ്ണമാണ്. ഒബിസിറ്റി ആണ് ആദ്യത്തേത്. രണ്ടാമത്തത് പ്രതിരോധ ശേഷി കുറവ്, ഇമ്മ്യൂണിറ്റി ഇല്ലായ്മ. ഇതാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് പ്രധാനമായിട്ടുള്ള 2 പ്രോബ്ലംസ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് ഒബിസിറ്റി, 2 പ്രതിരോധ ശേഷി ഇല്ലായ്മ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടില്, നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും കുട്ടികള് ചാലഞ്ച് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഭക്ഷണത്തിന് യാതൊരുവിധ കുറവൊന്നുമില്ല. അതായത് ഭക്ഷണങ്ങളൊക്കെ ധാരാളം കിട്ടുന്നുണ്ട് അവർക്ക്. നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, അതായത് സാക്ഷരത, ലിറ്ററസി കൂടുതലുള്ള സംസ്ഥാനമാണ് ഇന്ത്യയിൽ തന്നെ വെച്ച് നോക്കുമ്പോൾ. ധാരാളം വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്, ഉയർന്ന തരം ജോലികൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. ലോകത്തെ ഏത് കോണിൽ ചെന്നാലും ഏതെങ്കിലും ഒരു മലയാളി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവും. കുഗ്രാമങ്ങളിൽ പോലും ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മലയാളിക്ക് അത്രയും അധികം എന്തുണ്ട്, ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് സ്ഥലങ്ങളിലും മറ്റ് രാജ്യങ്ങളിലായാൽ പോലും അവർക്ക് ഉയർന്ന പൊസിഷനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ, അതായത് എവിടെയും മലയാളികളുണ്ട്, മലയാളികളുടെ പ്രവാസികൾ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻകം നമ്മുടെ സംസ്ഥാനത്തോട്ട് വരുന്നുണ്ട്, റവന്യൂ ഉണ്ട് നമുക്ക് ഒരു വിധത്തിൽ പറഞ്ഞാല്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഭക്ഷണ ദൗർബല്യം എന്താണ് നമ്മുടെ നാട്ടിൽ. പിന്നെ സർക്കാരായാലും ഇപ്പൊ എന്താണ്, ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ ധാരാളം ഭക്ഷണങ്ങൾ അല്ലെ, അതായത് ചോറ്, കറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മീൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗവൺമെന്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കുട്ടിക്ക് പോലും ഭക്ഷണം കിട്ടാത്ത ഒരു സാഹചര്യം നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ അതല്ല, നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ഫുഡ് എങ്ങനെ കഴിക്കണം എന്നുള്ള അവയർനെസിന്റെ കുറവാണ് നമുക്കുള്ളത്. അതായത് അതായത് നമ്മുടെ നാടിന് യോജിച്ച തരം ഫുഡുകൾ പ്രിഫർ ചെയ്യാനായിട്ട് നമ്മൾ മടിക്കുന്നു. അതിനൊരു അവയർനെസ് കുറവ്. അതായത് നമ്മളിപ്പോ നമ്മളെ സംബന്ധിച്ചിട്ടാണ് നമ്മളിപ്പോ പുറത്തുനിന്നാണ് കൂടുതലൊക്കെ ആഹാരം കഴിക്കുക. ഓക്കെ, അല്ലാതെ ഉണ്ട് ധാരാളം വീടുകളിൽ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നവരുണ്ടെന്നാലും ജോലിയുടെ സ്വഭാവം അനുസരിച്ച് എന്ത് മാറുന്നുണ്ട്, ആളുകളുടെ ഭക്ഷണ രീതിയും മാറുന്നുണ്ട്. ഓക്കെ, അതായത് വലിയ വലിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നെറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഭക്ഷണം, അതായത് ജങ്ക് ഫുഡ് ആയാലും അല്ലെങ്കിൽ അവിടുത്തെ ക്യാൻറ്റീൻ ഫുഡ് ആയാലും ഒക്കെയാണ് ആളുകൾ കഴിക്കുന്നത്. ഇപ്പൊ കുട്ടികൾക്കും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ, അങ്ങനെയുള്ള വീടുകളിലെ കുട്ടികളാണെങ്കിൽ അവരെന്ത് ചെയ്യും, അതായത് മാതാപിതാക്കൾക്ക് ഇതൊന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല. ആകെ ഒരു സൺഡേ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ വീട്ടിൽ കുട്ടികളോട് സ്പെൻഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ടൈം ആകുമ്പോൾ കൂടുതലും പാരന്റ്സ് എന്ത് ചെയ്യും, ഇപ്പൊ സ്വിഗ്ഗിയിൽ നിന്നോ അല്ലെങ്കിൽ സൊമാറ്റോയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നത്. ഇത് തെറ്റായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. അതവിടെ അവയർനെസിന്റെ കുറവ് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ ആ ഒരു കാര്യം സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടില് ഭക്ഷണ ദൗർബല്യമല്ല, അതായത് ഫുഡിന് യാതൊരു കുറവില്ല, പക്ഷെ അതെങ്ങനെ ഇൻടേക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു അവയർനെസിന്റെ കുറവാണ് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡാണ്. അത് നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, കഴിച്ചിരിക്കണം. അത് കുട്ടികൾക്ക് നമ്മൾ കൊടുത്തിരിക്കണം. ഇപ്പൊ ചില കുട്ടികൾ പറയും, രാവിലെ പറയും എനിക്ക് വിശക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഉഡായിപ്പുകളൊക്കെ ചില കുട്ടികൾ പറയാറുണ്ട്, ചില കുഞ്ഞുങ്ങൾ പറയാറുണ്ട്. പക്ഷെ അതിനൊന്നും നമ്മൾ നിന്ന് കൊടുക്കാനായിട്ട് പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും എന്ത് ചെയ്തിരിക്കണം, കുട്ടികളെ കൊണ്ട് കഴിപ്പിച്ചിരിക്കണം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡാണ്, നമ്മുടെ തലച്ചോറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫുഡാണ്. അതായത് ആ ഒരു ദിവസം നമ്മുടെ ആക്ടിവിറ്റി മുഴുവനും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഫുഡിലാണ്. ഓക്കെ, ഇത് കഴിച്ചിട്ടാണ് കുട്ടി സ്കൂളിലേക്ക് ചെല്ലുന്നത് അല്ലെങ്കിൽ ക്ലാസ് റൂമിലേക്ക് ചെല്ലുന്നതെങ്കിൽ അവന് ആ ടീച്ചേഴ്സ് എടുക്കുന്ന പാഠങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും, കോൺസെൻട്രേഷൻ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ഇനി ഇത് കഴിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങി വീഴാനായിട്ട് സാധ്യതയുണ്ട്, അസംബ്ലിയിൽ നിൽക്കുമ്പോൾ തല ഇറങ്ങി വീഴാനായിട്ട് സാധ്യതയുണ്ട്, ടീച്ചേഴ്സ് പറയുന്നത് ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. ഓക്കെ, അതുകൂടാതെ രാവിലെ ഫുഡ് കഴിച്ചില്ലെന്ന് വിചാരിക്കാം, ഉച്ചയ്ക്ക് കുട്ടി ഫുഡ് കഴിക്കുന്നുണ്ട്, ഈ കുട്ടി രാവിലെ ഫുഡ് കഴിച്ചില്ല എങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേനും ഇതിന്റെ ക്രേവിങ്സ് കൂടും. അതായത് രാത്രി ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കുള്ളൂ. രാവിലെ
ഫുഡ് കഴിക്കാത്ത കുട്ടികളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. രാവിലെ ഫുഡ് കഴിച്ചില്ല എങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഈവനിങ് ടൈമിൽ ഭയങ്കര വിശപ്പായിരിക്കുള്ളൂ നമുക്ക്. അതിപ്പോ വലിയവരായാലും അങ്ങനെ തന്നെയാണ്, കുട്ടികളായാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, നമ്മൾ എന്ത് സാധനം വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് തിന്നും. ഇപ്പൊ മിക്സറോ ബിസ്ക്കറ്റോ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എടുത്ത് തിന്നും. അതുപോലെ തന്നെ ചോറുണ്ടെങ്കിൽ ചോറ് എടുത്ത് തിന്നും. ഭയങ്കര വിശപ്പായിരിക്കുള്ളൂ. അപ്പൊ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്? നിങ്ങൾ എന്നോട് എഗ്രി ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വന്നിട്ട് വൈകുന്നേരം കൂടുതലായിട്ട് ഫുഡ് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? ഉണ്ട്. ചിലവര് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും നോർമൽ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണ് അല്ലേ? ഓക്കെ, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് കേട്ടോ. ഞാൻ മുമ്പൊന്നും ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാ പതിവ്. അങ്ങനെയുള്ള ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കുള്ളൂ. വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാല് കാണുന്നതൊക്കെ എടുത്ത് തിന്നും. ചോറും കഴിക്കും, കുറെ അതിന്റെ കൂടെ ചായയും കഴിക്കും, എല്ലാവരും കഴിക്കും, വയറ് ഫുള്ളായിട്ടിരിക്കും. പിന്നെ വൈകുന്നേരം വേണമെങ്കിൽ വീണ്ടും എടുത്ത് കഴിക്കും. അപ്പൊ എന്താണ്, നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്യും. നമ്മൾക്ക് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു അല്ലെ? അതായത് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതൽ. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്തത്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ഉച്ചക്കലത്തെ ഫുഡില് നമ്മൾ കൂടുതലായിട്ട് പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ തൈര്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേർഡ് എന്ന് പറയുന്നത് നല്ലൊരു പ്രോബയോട്ടിക് ആണ് അല്ലെ? പ്രോബയോട്ടിക് ആണ്, കുടലിലെ ബാക്ടീരിയയ്ക്ക് നല്ലതാണ് ഈ തൈര്, കേർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെറു മത്സ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. ദെൻ എല്ലാ ദിവസവും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരുപോലെ ആയിരിക്കരുത്. ഓക്കെ, ഒരുപോലെ എന്ത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഇന്ന് രാവിലെ നിങ്ങൾ പുട്ടും കടലയും ഉണ്ടാക്കി, ഓക്കെ, നാളെ എന്ത് ചെയ്യാൻ പാടില്ല, പുട്ടും കടലയും ഉണ്ടാക്കാനായിട്ട് പാടില്ല. വെറൈറ്റിയിൽ പിടിക്കണം. ഓക്കെ, ഇന്നിപ്പോ പുട്ടും കടലയാണെങ്കിൽ നാളെ അവർക്ക് പൂരിയും കുറുമയും വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ മറ്റന്നാൾ ചപ്പാത്തിയും എന്താ പറയാ മുട്ടക്കറിയും വെച്ച് കൊടുക്കും. അങ്ങനെ എന്താണ്, കോമ്പിനേഷനിലായിരിക്കണം ചെയ്തിരിക്കേണ്ടത് കേട്ടോ. അതായത് വെറൈറ്റി ആണ് എപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. ഡെയിലി, അതായത് ഒരു ദിവസം, ഇപ്പൊ ഒരു ദിവസത്തെ മെനു പിറ്റേ ദിവസവും കണ്ടിന്യൂ ചെയ്താൽ അതവര് കഴിക്കാനായിട്ട് മടുക്കും. അപ്പൊ വെറൈറ്റി ആയിരിക്കണം എപ്പോഴും ഫുഡില് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ കുട്ടികള് ഇങ്ങനെ നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് നിങ്ങൾ കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ ഉറക്കം എണീറ്റ് വരുമ്പോ തന്നെ അവൻ ചോദിക്കും, എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് ചോദിക്കും. അപ്പൊ വെറൈറ്റി ആണെങ്കിൽ അവൻ എന്താണ്, നമ്മൾ പറയാണ് ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ, നീ ഇതുവരെ കഴിക്കാത്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര സന്തോഷവും. അതല്ല, ഇന്നലെ ഉണ്ടാക്കിയ അതേ പുട്ടും കടലയും തന്നെയാണ് ഇന്നും കൊടുക്കുന്നതെങ്കിൽ കുട്ടി അത് കഴിക്കില്ല. കുട്ടിയുടെ മൂഡ് എന്ത് ചെയ്യും, അപ്പൊ തന്നെ മാറും. അപ്പോ അങ്ങനെയുള്ള ഒരു രീതി ചെയ്യാതിരിക്കുക. വെറൈറ്റി എപ്പോഴും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ദെൻ ഈ ഫുഡ് കൊടുക്കുമ്പോൾ അതിന്റെ കളറ്, അതുപോലെ തന്നെ അതിന്റെ സ്മെല്ല്, ഫ്ലേവർ, ഇതൊക്കെ എന്ത് ചെയ്തിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ തക്കത്തക്ക, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, കളറ് ചിലപ്പോ എന്താണ് എന്താ പറയാ നമ്മൾക്ക് ആവശ്യമുള്ള, അതായത് ഭയങ്കര നമ്മൾ അപകടകരമായിട്ടുള്ള കളേഴ്സ് അല്ല, ഡേഞ്ചറസ് ആയിട്ടുള്ള കളേഴ്സിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ ക്യാരറ്റ് ഒക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ബീട്രൂട്ട് ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതെന്താണ്, കുറച്ചുകൂടി ആ ഒരു കളർ, റെഡിഷ് കളറാവോ അല്ലെങ്കിൽ ഓറഞ്ച് കളറൊക്കെ കിട്ടില്ലേ, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തി എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഫുഡ് ചെയ്യാനായിട്ട് നോക്കുക, പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ സ്മെല്ല് നല്ല, എന്താ പറയാ, നല്ല, അതായത് കിച്ചണിൽ നിന്ന് ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ ഓടി വരും, ഡൈനിങ്, അതായത് ഹോളിലിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കുള്ളൂ, ചിലപ്പോൾ മണം കേട്ടിട്ട്, സ്മെല്ല് കേട്ടിട്ട് ചിലപ്പോൾ കിച്ചണിലൊക്കെ ഓടി വരും വേഗം ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പൊ അതേപോലെ തന്നെ എന്തായാലും സ്മെല്ല്, നല്ല രീതിയിലുള്ള സ്മെല്ല് ഇതായിട്ട് എന്തായത് അങ്ങനെയുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഫ്ലേവറുകൾ, അതായത് ഇത് തന്നെയാണ് അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള തരത്തിൽ എന്ത് ചെയ്യുക, ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, നമ്മള് കുറച്ച് Yes, ma'am. കുറച്ച് നിങ്ങൾ എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ ചെയ്യാറുണ്ടോ കുട്ടികൾക്ക്? എന്താ പറയാ, കൂടുതലായിട്ട് ഫുഡൊക്കെ അവർ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ടോ, വെറൈറ്റി? ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടാ, എല്ലാവർക്കും ഉപകാരപ്രദമാവും. അങ്ങനെ പറയുമ്പോൾ അവരും അത് ചെയ്യാനായിട്ട് നോക്കും.
ഇല്ല, ആർക്കൊന്നും പറയാനില്ല. എല്ലാവർക്കും ചെയ്യുന്ന പോലെ തന്നെ ദോശകള് പല ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അതുപോലെ ദോശയില് ചീര അരച്ച് കഴിഞ്ഞാൽ നല്ല റെഡിഷ് കിട്ടും. ചീരദോശ കുറച്ച് ടേസ്റ്റ് അധികം മാറാത്ത വിധത്തില് ദോശമാവില് ജസ്റ്റ് ചീരയില കഴിക്കില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് അരച്ച് ചേർക്കും. അപ്പൊ നല്ല ചുമന്ന ചീര ആണെങ്കിൽ നല്ല റെഡിഷ് ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ പയറ് മുളപ്പിച്ചിട്ട് പയറ് അരച്ച് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞൾപ്പൊടി ഇത്തിരി ഇടുക. പിന്നെ അതിലൊക്കെ ചിലപ്പം പച്ചമുളക്, ഇഞ്ചി അതൊക്കെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യും ആ ദോശകളിൽ. എന്നിട്ട് അത് കൊടുക്കുമ്പോൾ ഒരു വ്യത്യാസമായിരിക്കും. അപ്പൊ കുട്ടികൾ കഴിക്കാറുണ്ട്. ഹെൽത്തിയാണ്. ഹെൽത്തിയാണ് അല്ലേ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന പച്ചക്കറി വെച്ചിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അല്ലേ? അതെങ്ങനെയാ, തീരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടാണോ അതിലത് ഇടുന്നത്? അവര് കണ്ടുപിടിക്കോ വെജിറ്റബിൾസ് ഒക്കെ? റൈസ് വേവിച്ചിട്ട് പച്ചക്കറി എല്ലാം സെപ്പറേറ്റ് വേവിക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടും കൂടെ ഒന്നിച്ച ഉള്ളിയൊക്കെ വഴറ്റി നട്സുകളൊക്കെ വഴറ്റി അതിലേക്ക് ഇടുന്നതിന്റെ കൂടെ അത് ആഡ് ചെയ്ത് അതിലേക്ക് ഇട്ട് ചോറ് വേറെ സെപ്പറേറ്റ് വേവിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതാക്കും. ചെയ്യും. ഓക്കെ. ഓക്കെ. ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയോ ഹെൽത്ത് കെയറിലൂടെ? മാം, ഒരുപാട് അസുഖങ്ങളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റി. നമുക്കറിയാത്ത പല കാര്യങ്ങളും, അതെങ്ങനെ നമുക്ക് അതിന്റെ പ്രിക്കോഷൻസ് എടുക്കണം, എന്തൊക്കെയാ അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ പറ്റി. ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായാലും ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കുന്ന മക്കൾക്കായാലും അവരുടെ പാരന്റ്സിനായാലും നിങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ? പറ്റില്ലേ? ഒരാള് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്റെ മോന്റെ ലക്ഷണങ്ങൾ എന്ത് ചെയ്യും ഞാൻ, എന്തായിരിക്കും ഇതിന് കാരണം എന്നൊക്കെ വന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പോ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. എന്റെ ഒരു മോക്ക് ടെസ്റ്റിന്റെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ നാളെ കൊടുത്തേക്കാം കേട്ടോ, ടെക്നിക്കലിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. 5 ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് സിമ്പിൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടോ? ഇല്ല ഇല്ല അല്ലെ? ഞാൻ അടുത്തത് എടുക്കുന്നത് പാർട്ട് 2 ആണ് കേട്ടോ. പാർട്ട് 2 മൊഡ്യൂൾ 1 പാർട്ട് 2 ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് എടുക്കുന്നത്. കാണുന്നുണ്ടോ? PDF കാണുന്നുണ്ടോ? കാണുന്നുണ്ട് മാം. കാണുന്നുണ്ട് അല്ലേ? ഓക്കെ. ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇതിനകത്ത് കടക്കുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങള് നമുക്ക് പറയാനായിട്ടുണ്ട്, നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. അതായത് കുട്ടികളിൽ ഉണ്ടാകുന്ന, അതായത് അവർ ജനിച്ച് കഴിഞ്ഞിട്ട് അവരിൽ ഉണ്ടാകുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഭാഷാ വികസനത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടെ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്, ലാംഗ്വേജ് വിച്ച് ഈസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്സ് ഡിസ്റ്റിങ്വിഷസ് ഹ്യൂമൻ ബീയിങ്സ് ഫ്രം അതർ അനിമൽസ്. ഓക്കെ. ലാംഗ്വേജ് എന്ന് പറയുന്നത് അതായത് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അല്ലെ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. നിശ്ചിത വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരാളിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ലോകത്ത് പലതരം ഭാഷകളുണ്ട് അല്ലെ? നമ്മുടെ നാട്ടിൽ കൂടുതൽ സംസാരിക്കുന്നത് മലയാളമാണ്, കാരണം അത് നമ്മൾ കേരളത്തിലാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് ലാംഗ്വേജ് ഉള്ള ഒരു എന്താ പറയാ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഭാഷകൾ എവിടെയുണ്ട്? നമ്മുടെ രാജ്യത്തുണ്ട്.
അപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല കോണിലും എന്തുണ്ട്, ധാരാളം ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ആളുകൾ തമ്മിൽ എന്താണ്, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ആനിമൽസിൽ നിന്ന് ഹ്യൂമൻ ബീയിങ്സിനെ വേർതിരിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അവന്റെ കമ്മ്യൂണിക്കേഷനുള്ള കഴിവാണ്, അല്ലെങ്കിൽ അവന്റെ ലാംഗ്വേജ് ആണ് എന്ത് ആനിമൽസിൽ നിന്ന് ഹ്യൂമൻ ബീയിങ്സിനെ വേർതിരിക്കുന്നത്. ഓക്കെ, പിടികിട്ടിയോ? ഇൻട്രൊഡക്ഷൻ മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അപ്പോ നമ്മൾ ഈ ഒരു PDF-ലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് പറയുന്നത് അല്ലെ? അപ്പോ കുട്ടികള്, അതായത് കുട്ടി ജനിച്ച് ഒരു 5 മാസം വരെ, അതിനുശേഷം 6 മാസം മുതൽ 11 മാസം വരെ, ദെൻ 12 മാസം മുതൽ 17 മാസം വരെ, ദെൻ 18 മാസം തുടങ്ങി 23 മാസം വരെ, പിന്നീട് 2 വയസ്സ് തുടങ്ങി 3 വയസ്സ് വരെ, ദെൻ 3 വയസ്സ് തുടങ്ങി 4 വയസ്സ് വരെ, അതിനുശേഷം 4 വയസ്സ് തുടങ്ങി 5 വയസ്സ് വരെ. ഇത്രയും എന്താണ് ഡെവലപ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അതായത് കുട്ടി ജനിച്ച് 5 വയസ്സ് വരെയുള്ള അവനിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവളിൽ ഉണ്ടാകുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റ്, എങ്ങനെയാണ് അവര് ഭാഷ ഉപയോഗിച്ച് ഒരു സ്റ്റേജ് വരെ എത്തുന്നത്. അതായത് നമ്മളൊക്കെ, ഞാനൊക്കെ ഈ കാണുന്ന തരത്തിലല്ലോ ചെറുപ്പത്തില് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് പല പല സ്റ്റേജിലൂടെ കടന്നാണ് എന്റെ ലാംഗ്വേജ്, എന്റെ ഭാഷ അല്ലെങ്കിൽ എന്റെ സംസാരം എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്തു വന്നത്. അപ്പൊ കുഞ്ഞിലേ ഉള്ള ഞാനല്ല വലുതാവുമ്പോൾ എന്താവുന്നത്, ആ ഒരു ഭാഷ തന്നെ എന്താവും, നമ്മുടെ ചേഞ്ച് ആവും അല്ലെ? നമ്മുടെ വർത്തമാനം അല്ലെങ്കിൽ നമ്മുടെ ടോക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വേറെ തന്നെയാകും. നമ്മൾക്ക് ഓരോ സ്റ്റേജ്, നമ്മുടെ ഏജ് ഓരോ വർഷം ഇങ്ങനെ കഴിയും തോറും നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇതില് കുറച്ചും കൂടി മെച്യൂരിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി പക്വത നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിനകത്ത് ആദ്യം വരുന്നത്, ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞ് ജനിച്ചത് തുടങ്ങി 5 മാസം വരെ എങ്ങനെയാണ് അവൻ ലാംഗ്വേജ് പ്രകടിപ്പിക്കുന്നത്? എങ്ങനെയായിരിക്കും? 5 മാസം വരെയുള്ള കുഞ്ഞാണ്, എങ്ങനെയായിരിക്കും ലാംഗ്വേജ് പ്രകടിപ്പിക്കുന്നത്? മാം ട്രൈ ചെയ്യേ മാത്രമേ ഉണ്ടാവുള്ളൂ. ട്രൈ ചെയ്യേ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ കണ്ണിലൂടെ എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ കേൾക്കോ? എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ കേൾക്കോ? കുഞ്ഞെന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ 5 മാസമുള്ള കുഞ്ഞാണെങ്കിൽ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കോ? ചെറിയ ഇങ്ങനെ അവർക്ക് സന്തോഷമൊക്കെ ഉള്ള ശബ്ദം പുറപ്പെടുവിക്കും. അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ആളുകളെ കാണുമ്പോ, അമ്മയെ കാണുമ്പോ ഒക്കെ ഒരു പ്രത്യേക സൗണ്ട് അവര് അങ്ങനെയുള്ള ഒരു സൗണ്ട് ഒക്കെ ഉണ്ടാക്കും അല്ലെ? അതായത് കൂസ് എന്ന് പറയുന്ന സൗണ്ട് ആണ് കേട്ടോ പറയുന്നത്. COOS, കൂസ് കേട്ടോ. ഞാനിപ്പോ പറയുന്നത് ബർത്ത് ടു 5 months വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. കൂസ് എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് ആണ് അവർ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഹാപ്പി, അതായത് അവർക്കിപ്പോ സന്തോഷമാണെങ്കിൽ ആ സന്തോഷം, അതുപോലെ തന്നെ ഇപ്പോ സാഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു സാഡ്നെസ്, ഇതൊക്കെ എന്താണ് അവർ വ്യത്യസ്ത ശബ്ദങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത് അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്, ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അല്ലെ? 5 മാസം വരെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് സന്തോഷം വരുമ്പോ അല്ലെങ്കിൽ അവർക്ക് സങ്കടം വരുമ്പോൾ വ്യത്യസ്തമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ശബ്ദിക്കുന്നത് അല്ലെ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? യെസ് മാം. ഓക്കെ. അതുപോലെ തന്നെ കരച്ചിലുണ്ടാവും എപ്പോഴും അല്ലെ? അവരങ്ങനെയാ പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അവർ കരയും അല്ലെ? നന്നായിട്ട് കരയും. നന്നായിട്ട് കരഞ്ഞാൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുള്ളൂ, പാല് കിട്ടുള്ളൂ എന്ന് അവർക്കറിയാം അല്ലെ? അപ്പൊ നന്നായിട്ട് കരയും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവര് പ്രകടിപ്പിക്കുന്നത് ആ ഒരു ഭാഷ അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് അവര് പ്രകടിപ്പിക്കുന്നത്. ദെൻ പിന്നെ അതുകൂടാതെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ, അതായത് നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടിക്ക് അറിയില്ല നമ്മൾ എന്താണ് സംസാരിക്കുന്നത്. നമുക്കറിയാം 5 മാസം വരെയുള്ള കുഞ്ഞാണെങ്കിൽ കുഞ്ഞിന് അത് എന്താണ് നമ്മൾ പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, നമ്മുടെ കണ്ണിലോട്ട് തന്നെ നോക്കി അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിലോട്ട് തന്നെ നോക്കി നമ്മൾ എന്താണ് സംസാരിക്കുന്നതെന്ന് നോക്കി നിന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചില ശബ്ദങ്ങൾ കുഞ്ഞുങ്ങള് പുറപ്പെടുവിക്കാറുണ്ട്. ഓക്കെ, അപ്പോ കൂസ് എന്ന് പറയുന്ന ശബ്ദമാണ് കുട്ടികൾ ഉണ്ടാക്കുക.
ഹാപ്പിനെസ് അല്ലെങ്കിൽ സാഡ്നെസ് ഒക്കെ വരുമ്പോൾ അവർ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുന്നു, ശബ്ദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരച്ചിലായിരിക്കും കൂടുതലായിട്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. സംസാരിക്കുമ്പോൾ, അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ശബ്ദങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത്? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞ് ഷെയർ ചെയ്തേ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ കുട്ടികൾക്ക്? ആ ടീച്ചറെ, അങ്ങനെ കുഞ്ഞായിരുന്ന സമയത്ത് അവരിങ്ങനെ ഓരോ ശബ്ദം പുറപ്പെടുവിക്കുമായിരുന്നു. ആ, ഇപ്പൊ എന്റെ അനിയത്തിക്ക് ഒരു കുഞ്ഞു വാവയുണ്ട്. ആ, ഓക്കെ. അവൾക്കിപ്പോ 7 months ആയിട്ടേ ഉള്ളൂ. ആ, അപ്പൊ അവളിങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഇങ്ങനെ ബാ 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 എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ സൗണ്ട് ആക്കി കൊണ്ട് കിടക്കും. അല്ലെ വിശന്ന് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ് ആള്. ഓക്കെ. ഉറക്കം വരുമ്പോഴും ഇങ്ങനെ കരയും. കരയും അല്ലേ? ഇനി വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടോ? ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അതിലും പുറമെ എന്തെങ്കിലും ഉണ്ടോ? എന്റെ ഇപ്പൊ 3.5 വയസ്സായിട്ടുള്ള ഇളയതിന്, അവള് കുഞ്ഞായപ്പോ ഇതുപോലെ നമ്മള് പാലിനെ പറയണത് ലുലു എന്ന് പറഞ്ഞോണ്ടിരുന്ന ലുലു ലുലു. കുറുക്കൊക്കെ കൊടുക്കണ സമയം മറ്റേ പനങ്കൽക്കണ്ടൂല്ലേ, അതിന് പറഞ്ഞത് അവളുടെ ഭാഷയിൽ പറഞ്ഞ മിയ. അത് അപ്പൊ ഓരോ നമ്മള് പറഞ്ഞു കൊടുക്കണ പോലെയല്ല അവര്. ആരെങ്കിലും വിളിക്കുന്ന ഇപ്പൊ അങ്കിളിന് അങ്ങനെ നമ്മള് എന്ത് പറഞ്ഞു കൊടുത്താലും അവർക്കൊരു ഭാഷയുണ്ട്, അത് ഭാഷയില് വിളിക്കുള്ളൂ. ഇപ്പൊ എന്റെ അനിയന്റെ വൈഫിനെ എന്റെ മോൻ വിളിച്ചോണ്ടിരുന്നത് നീന്ന് പറഞ്ഞു കൊടുത്ത് അവന് ഭാഷയിൽ, പിന്നെ അത് വന്നപ്പോ ചുഞ്ഞാന്ന അവന്റെ ഒരു ഭാഷയിൽ അങ്ങനെ ആക്കി. അങ്ങനെ എല്ലാ പിള്ളേരും അവർക്കൊരു ഉണ്ട്. അവര് ചിലപ്പോ ആ പേര് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത് നിൽക്കുന്ന ഒരു അവരുടെയും കൂടി ചേർത്തിട്ടായിരിക്കും അവൾ പറയണത്. ചിരിക്കണത് മോള് കുഞ്ഞില് തന്നെ മോനെന്തെങ്കിലും ടിന്നിലൊക്കെ ഇട്ട് എന്തെങ്കിലും ഇപ്പൊ മറ്റേ കടലയോ പയറോ അങ്ങനെയൊക്കെ എടുക്കുമ്പോ അത് എടുക്കുമ്പോ തന്നെ ഭയങ്കര ചിരിയായിരിക്കും. ആ സൗണ്ടിന്റെ അനുസരിച്ച് ഭയങ്കര പൊട്ടി പൊട്ടി ചിരിക്കുമായിരുന്നു. അങ്ങനത്തെ ഒക്കെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പലർക്കും പല അനുഭവങ്ങളാണ്. അപ്പൊ ബർത്ത് ടു നിങ്ങളുടെ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടെ. നിങ്ങൾക്ക് എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയായിരുന്നു, ഇപ്പൊ മിസ് പറഞ്ഞതിനേക്കാളും എന്തെങ്കിലും ഒരു വേർഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടിയുടെ എക്സ്പ്രഷനിൽ ഉണ്ടായിട്ടുണ്ടോ, ലാംഗ്വേജ് അതിന്റെ എന്താ പറയാ ഒരു പ്രകടിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഇത് ഉണ്ടായിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ബർത്ത് ടു 5 months വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാര്യമായിട്ടൊന്നുമില്ല, സന്തോഷം അല്ലെങ്കിൽ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, വ്യത്യസ്തമായിട്ട് ശബ്ദിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വിട്ടുപോയി. കരച്ചിലുണ്ട്. അതുകൂടാതെ ഇടയ്ക്ക് എന്ത് ചെയ്യും, തനിയെ കിടന്ന് ചിരിക്കും. ഉറക്കത്തിലൊക്കെ എന്ത് ചെയ്യും, കിടന്ന് ചിരിക്കാറുണ്ട്. നമ്മളെ കാണുമ്പോൾ ചിരിക്കാറുണ്ട്. ചില ആളുകൾ വരുമ്പോൾ അവരുടെ മുഖത്തോട്ടേക്ക് ചിരിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞ് കാണിക്കും. ഓക്കെ, then അടുത്തത് 6 മുതൽ 11 മാസം വരെ, അതായത് 6 മാസം തുടങ്ങി 11 മാസം വരെ. ഇപ്പൊ കുഞ്ഞെന്താണ് കുറച്ചും കൂടി ഒന്ന് വലുതായി അല്ലേ? അപ്പൊ എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്? ഒരാളെന്ന് പറഞ്ഞേ, 6 മാസം തുടങ്ങി 11 മാസം വരെയുള്ള കുട്ടികളാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? എന്തൊക്കെ ശബ്ദങ്ങളായിരിക്കും അവര് പുറപ്പെടുവിക്കുക? ഓർക്കുന്നില്ല ആരും? മറന്നുപോയോ എല്ലാവരും? മാം ഞാൻ പറഞ്ഞോട്ടെ? ഹലോ മാം, പറഞ്ഞോട്ടെ. രമ്യ പറയട്ടെ കേട്ടോ മോളെ, എന്നിട്ട് അലീഷ പറയാം. നമ്മള് പാട്ടൊക്കെ പാടി കൊടുക്കുമ്പോഴേ അവർക്ക് ഇഷ്ടമുള്ള പാട്ടാണെങ്കിൽ, ഇപ്പൊ എന്റെ മൂത്ത കുട്ടിയായാലും താഴെയുള്ള മോളായാലും അവർ പാടി കൊടുക്കുമ്പോൾ ചില പാട്ട് മൂത്ത ആൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടാവില്ല ചെറിയ ആൾക്ക് പാടി കൊടുക്കുമ്പോൾ ഇഷ്ടാവും. അപ്പൊ ആ പാട്ട് നമ്മൾ പാടുമ്പോൾ അവർ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒപ്പം പാടുന്ന പോലെ അവരിങ്ങനെ റെസ്പോണ്ട് ചെയ്യാറുണ്ട് നമ്മളിങ്ങനെ പാടി കൊടുക്കുമ്പോൾ. ഇപ്പൊ എന്താ പറയാ, കുഞ്ഞിമണി ചെപ്പ് തുറന്നു എന്നുള്ള പാട്ട് ചെറിയ മോൾക്ക് ഇഷ്ടമായിന്. ആള് 45 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ആ പാട്ട് പാടി തുടങ്ങിയപ്പോ എന്റെ അനിയൻ നന്നായി പാടും. അപ്പൊ അവൻ പാടി തുടങ്ങിയപ്പോ ഇങ്ങനെ ആളും ഇങ്ങനെ ആ പാട്ട് കേട്ട് അവൻ അടുത്ത് വന്ന് പാടി. അപ്പൊ കുട്ടി കണ്ണ് തുറന്ന് നന്നായി നോക്കി ചിരിക്കും. അവൻ പാടുമ്പോ ചിരിക്കും. ഒപ്പം ഇങ്ങനെ ചെറുതായിട്ട് പാടി തുടങ്ങി. അപ്പൊ ഒരു 7 മാസം 8 മാസമൊക്കെ ആയപ്പോ ശരിക്കും പാടി കൊടുക്കുമ്പോ അതേ ഒരു
ടോൺ പോലെ നമുക്ക് മനസ്സിലാവും. ആ പാട്ട് പാടി കഴിഞ്ഞാൽ ആള് റെസ്പോണ്ട് ചെയ്യണത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാറുണ്ട്. 2 കുഞ്ഞുങ്ങളും അങ്ങനെയായിരുന്നു. പിന്നെ പിന്നെ ആദ്യമായിട്ട് അവര് വിളിച്ചത് അച്ഛ അച്ഛ എന്നുള്ള വാക്ക്. അങ്ങനെ പിന്നെ അമ്മ, പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വാക്കുകള് അവരുടേതായ രീതിയിൽ പറഞ്ഞു തുടങ്ങുമല്ലോ. പിന്നെയല്ലേ ക്ലിയർ ആയി മനസ്സിലാവുള്ളൂ നമുക്ക്. അപ്പൊ അവർക്ക് മെയിൻ ആയിട്ട് പാട്ടിൽ ഭയങ്കര ഇഷ്ടം. പിന്നെ ചെറിയ മോള് ഡാൻസ് പഠിക്കാൻ വിടുന്നുണ്ട്. 4 വയസ്സായി. അപ്പോ ആള് ചെറുപ്പം തൊട്ടേ പാട്ട് കേൾക്കുമ്പോ ആ കുഞ്ഞ് കാലിട്ടിട്ട് ഒരു 7 മാസമായപ്പോ തൊട്ട് കാലിട്ട് ഇങ്ങനെ തട്ടും. നിലത്തിങ്ങനെ തട്ടിയിരുന്നു. അപ്പൊ എന്താ പറയാ, പാട്ട് കേൾക്കുമ്പോ ആ ഡാൻസിനോടുള്ള ഒരു താളം, ആള് ആ ഒരു താളത്തില് ഇങ്ങനെ കിടന്ന് തട്ടാറുണ്ട്. അതുപോലെ 1 വയസ്സൊക്കെ ആയപ്പോ കയ്യും ഇങ്ങനെ താളം പിടിക്കും, കാലും അതെ. ഇങ്ങനെ ഒരു പ്രത്യേക മൂത്താളെക്കാളും കൂടുതലായിട്ട് ഡാൻസിനോട് കൂടുതലൊരു എന്താ പറയാ, ആൾക്കൊരു ഇഷ്ടമുള്ള പോലെ നമുക്ക് മനസ്സിലായിരുന്നു. അപ്പൊ അത് കാരണം അപ്പൊ ഡാൻസിന് ചേർത്തിയപ്പോ ടീച്ചർ പറഞ്ഞു, 3.5 വയസ്സ് കഴിഞ്ഞപ്പോ ചേർത്തിയപ്പോ ടീച്ചർ പറഞ്ഞു ഇപ്പൊ വേണ്ട, ഒരു 4 വയസ്സായിട്ട് കൊടുന്നാ മതിന്ന്. എന്നാലും അവർക്ക് അല്ലെങ്കിൽ കാലുവേദനയൊക്കെ ആവും. അപ്പൊ ഇപ്പൊ ഞങ്ങൾ 4 വയസ്സായിപ്പോ ചേർത്തി. അപ്പൊ ഭയങ്കര ഇഷ്ടം. അപ്പൊ ചേച്ചിയുടെ കൂടെ ഇപ്പൊ ആളും പോകുന്നുണ്ട് ഡാൻസ് പഠിക്കുക. അപ്പൊ കാലുവേദന ആൾക്ക് അതൊന്നും പ്രശ്നമില്ല. അപ്പൊ ആ ചെറുപ്പം തൊട്ടേ മനസ്സിലായി നമുക്ക് ആ ഒരു താളം. ആള് പാട്ട് കേൾക്കുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഡാൻസിന്റെ ഒക്കെ നമ്മൾ ടിവിയിൽ കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ ആ ഒരു താളം പിടിക്കാൻ നമുക്ക് മനസ്സിലാവുമായിരുന്നു. പിന്നെ അത് ശരിക്കും അറിയായിരുന്നു. ഓക്കെ. ഇനി അലീഷ പറഞ്ഞോളൂ കേട്ടോ. മാം, എൻ്റെ അനിയന്റെ മോളുണ്ട്. ഇപ്പൊ 11 മാസമായി. ഇപ്പൊ അവള് ഇതുപോലെ അച്ഛാന്ന് വിളിക്കും, അമ്മാന്ന് വിളിക്കും. പിന്നെ എൻ്റെ മോളുണ്ട്, അവൾക്ക് 12 വയസ്സായി. അപ്പൊ അവള് എപ്പോഴും ഡാൻസ് ആണ്. അപ്പൊ അവള് ഡാൻസ് കളിക്കുമ്പോൾ മറ്റേ അവള് കുഞ്ഞു മോള് ഇതുപോലെ ഇട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കാനൊക്കെ ശ്രമിക്കും. പിന്നെ പരസ്യം എപ്പോ ഇങ്ങനെ TV വെച്ചിരിക്കുമ്പോ എവിടാണ് ആരെ കയ്യിലാണ് ഇരിക്കുന്നത്, പക്ഷെ പരസ്യം കാണുമ്പോ അപ്പൊ ശ്രദ്ധിക്കും. പിന്നെ ഒരു സാധനം കയ്യിലിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്ന് വാങ്ങിച്ച് കൊണ്ടുവരുമ്പോ പിന്നെ അതിന് വേണ്ടിയിട്ട് കരയും. പിന്നെ അവളുടെ കയ്യിലിരിക്കുന്നത് ആർക്കും കൊടുക്കാറില്ല. അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളാണ്. ഇപ്പൊ അലീഷയും രമ്യയും പറഞ്ഞ പോലെ തന്നെയാണ്. 6 മുതൽ 11 മാസം വരെയുള്ള കുട്ടികളില് അവര് നോ എന്ന് മനസ്സിലാക്കാനായിട്ട് ആരംഭിക്കുന്നു. അതായത് എന്തെങ്കിലും ഇപ്പോ, അതായത് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇല്ല അങ്ങനെയുള്ള ആക്ഷൻസ് അവർ കാണിക്കാനായിട്ട് തുടങ്ങുന്നു. നോ കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ബബിൾ സൗണ്ട്, ബാ അങ്ങനെയുള്ള സൗണ്ട്സ് അവര് പുറപ്പെടുവിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ബാ എന്ന് പറയുന്ന ബബിൾ സൗണ്ട്. ഓക്കെ. ഇനി യാതൊരു മീനിങ്ങും അറിയാതെ അവര് മാ അല്ലെങ്കിൽ പാ ഡാ അങ്ങനെയുള്ള വാക്കുകൾ ഉച്ചരിക്കാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ. മാമ അല്ലെങ്കിൽ ഡാഡ, പാപ്പ അങ്ങനെയുള്ള കുഞ്ഞു അതായത് അവരുടെ അമ്മയച്ഛനൊക്കെയാണ് വിളിക്കുന്നത്. അവർക്ക് അർത്ഥം അറിയില്ല, അതിന്റെ മീനിങ് എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഈ ഒരു സൗണ്ട്സ് അവര് പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങും കേട്ടോ. മാമ, ഡാഡ, പാപ്പ അങ്ങനെയുള്ള സൗണ്ട്സ്. ഇനി അതുപോലെ തന്നെ അവരുടെ ആക്ഷൻസിലൂടെ അവരെന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ. ഇപ്പോ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ കൊണ്ട് നടക്കുമ്പോൾ എന്തെങ്കിലും ആക്ഷൻസ് കാണിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ, അതായത് 11 മാസം വരെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്, അതായത് വിരലുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ മുഖത്ത് എന്താണ് അതായത് പിടിക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഏത് സമയം ചില കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ കൈവിരൽ എന്താണ് വായിലേക്ക് വെക്കുകയോ അങ്ങനെയുള്ള ആക്ഷൻസ് ഒക്കെ കാണിച്ചിട്ട് നമ്മളെ കുറെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. അതായത് കമ്മ്യൂണിക്കേഷൻ ആണ്. ചില കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, നമ്മളവരെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ സൗണ്ട്സ്, ഓക്കെ, നമ്മൾ പറയുന്ന സൗണ്ട്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള വേർഡ്സ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും സൗണ്ട്സ് ഒക്കെ പറയുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, അത് പറയാനായിട്ട് അല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞു നോക്കാൻ ആ ശബ്ദം ചിലപ്പോൾ ആദ്യത്തെ ആ ലെറ്റർ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയുള്ള ലെറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യ വാക്ക് പറയുന്നു. അതായത് എന്തെങ്കിലും ഒരു വേർഡ്സ് ഉണ്ടെങ്കിൽ ആ ഒരു വേർഡ്സ് കംപ്ലീറ്റ് ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നു. ഈ ഒരു 11 മാസത്തിനിടയ്ക്ക് ചിലപ്പോൾ ആ വേർഡ്സിന് ശരിയായിട്ടുള്ള മീനിങ്ങോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള പ്രൊനൗൺസിയേഷനോ ആയിരിക്കില്ല ആ കുഞ്ഞ് പറയുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു വേർഡ്സുകൾ എന്ത് ചെയ്യാണ്, പറയാനായിട്ട് തുടങ്ങുന്ന
ഒരു സമയമാണെന്ത് 6 മുതൽ 11 മാസം വരെയുള്ള ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോ നോ എന്ന് മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. ബാ 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 സൗണ്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു. പിന്നെ മീനിങ് അറിയാതെ മാമ, പാപ്പ, ഡാഡ അങ്ങനെയുള്ള സൗണ്ട്സ് കൊണ്ടുവരുന്നു. ദെൻ ആക്ഷൻസിലൂടെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. എന്തെങ്കിലും ആക്ഷൻസ് കാണിച്ചിട്ട് ചിലപ്പോൾ ഒരു ഫുഡ് ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വിരല് വായിലിടുന്ന കുട്ടികളുണ്ട് അല്ലെ. അങ്ങനെ വിരല് വായിലിടുമ്പോ എന്താണ്, അവർക്ക് പാല് വേണം എന്നാണ് ആ മീനിങ് അർത്ഥമാക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടി വിരല് വായിടുമ്പോ തന്നെ നമുക്കറിയാൻ പറ്റും കുട്ടിക്ക് വിശക്കുന്നുണ്ടെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പൊ അവരുടെ ഓരോ ആക്ഷൻസിലൂടെയും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ എന്തെങ്കിലും പറയുന്ന ശബ്ദങ്ങള് എന്ത് ചെയ്യുന്നു, അവര് പറയാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ശബ്ദങ്ങൾ അവരുടെ വായിൽ നിന്ന് വരുന്നുണ്ട്. ദെൻ എന്തെങ്കിലും ഒരു വേർഡ്സ് ഷോർട്ടായിട്ട് എന്ത് ചെയ്യുന്നു, പറയാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, ശരിയാണോ ഞാൻ പറഞ്ഞത്? യോജിക്കുന്നുണ്ടതുമായിട്ട്? ഉണ്ടല്ലേ? ഓക്കെ ഉണ്ടല്ലേ? ഓക്കെ. ചില കുട്ടികൾ ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടാവും കേട്ടോ. പല കുട്ടികളും പല തരത്തിലുള്ളവരാണ്. പല കുട്ടികളും ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. ചിലവർക്ക് കൂടുതലും കാര്യങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും ചെറുപ്പം മുതൽ തന്നെ. പക്ഷെ മറ്റു ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവണം എന്നില്ല. ചിലവര് നോർമൽ ആയിരിക്കുള്ളൂ, ആവറേജ് ആയിരിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ തന്നെ എങ്ങനെയല്ലേ, ഒരു ക്ലാസ്സില് കുറച്ച് കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നവരുണ്ടാവും, ചില കുട്ടികൾ ആവറേജ് ആയിട്ടുള്ളവരുണ്ടാവും, ചില കുട്ടികളൊന്നും പഠിക്കാത്ത കുട്ടികളും ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യം. ചിലവര് നല്ല രീതിയിൽ എന്താ പറയാ പെർഫോം ചെയ്യും അല്ലെ. അവര് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും, ആക്ഷൻസ് കൂടുതൽ കാണിക്കും, മറ്റുള്ളവരെ കൂടുതലായിട്ട് ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ചില കുഞ്ഞുങ്ങൾ. ചില കുട്ടികളാണെങ്കിൽ ഭയങ്കര സൈലന്റ് ആയിരിക്കുള്ളൂ, യാതൊരു പ്രശ്നം ഉണ്ടാവൂല, അവനൊരു പ്രശ്നക്കാരനേ ആവില്ല അച്ഛനും. ഓക്കെ, അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള കുട്ടികളുണ്ട്. ഇനി പറയുന്നത് നോർമൽ ആയിട്ടുള്ള കുട്ടികളുടെ കാര്യം കേട്ടോ. ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് 12 to 17 months ആണ് കേട്ടോ. 12 മാസം തുടങ്ങിയിട്ട് 17 മാസം വരെ. 12 മാസം എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടിക്ക് 1 വയസ്സായി അല്ലെ. ആ 1 വയസ്സിനും ഒരു 1.5 അല്ലെ, 1.5 അല്ല 1.25, 1.5യോട് അടുപ്പിച്ച ആ ഒരു സമയത്ത്, ആ ഒരു ഏജില് കുട്ടി എന്തൊക്കെയാണ്, കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുട്ടി എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. അതായത് ലളിതമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് വേർഡ്സ് ഇല്ലാതെ ആൻസർ നൽകുന്നു. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കുട്ടിയോട് ചെന്ന് ചോദിക്കുകയാണ്, നിനക്ക് ഭക്ഷണം തരട്ടെ, അമ്മ നിനക്ക് ഭക്ഷണം തരട്ടെ എന്ന് ചോദിച്ചിട്ട് കുട്ടി ചിലപ്പോ ഇല്ല എന്ന് തീർത്ത് പറയില്ല, പകരം എന്ത് ചെയ്യും, മുഖമിട്ട് ഇങ്ങനെ കാണിക്കും അല്ലെ, വേണ്ട എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നമുക്ക് ഉത്തരം നൽകും. അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പൊ കുട്ടിയെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകുമ്പോൾ, ഇപ്പൊ ഉത്സവപ്പറമ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പള്ളിപ്പെരുന്നാളിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടിനെ കൊണ്ടുപോകുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും അട്രാക്ഷൻ തോന്നിയാൽ, എന്തെങ്കിലും വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെ, ഒരു വയസ്സിനും അല്ലെങ്കിൽ 1.5 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. തോന്നിക്കഴിഞ്ഞാല് നമ്മളത് മേടിച്ചു കൊടുത്തില്ലെന്ന് വിചാരിക്കാം. ഓക്കെ, കുട്ടി അത് പറയില്ല, എനിക്ക് അമ്മ മേടിച്ചു തന്നില്ലല്ലോ എന്താണ്, അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ എന്ത് ചെയ്യും, കുട്ടി ഭയങ്കരമായിട്ട് കരയാനായിട്ട് തുടങ്ങും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള, അതായത് ലളിതം. ഇപ്പൊ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ പുറത്തൊരു കാക്ക നിൽക്കുകയാണ്, ഇതെന്താ മോളെ, ഇത് ഏത് പക്ഷിയാണെന്ന് അല്ലെങ്കിൽ ഏത് ബേർഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുട്ടി എന്ത് ചെയ്യും, അതായത് കാക്കാന്ന് ഫുള്ളായിട്ട് പറയില്ല, കാന്ന് മാത്രമേ പറയുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് അവര് വാക്കുകളില്ലാതെ ആൻസേഴ്സ് തരാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിങ്സ്, വസ്തുവിനെയോ ലേബൽ ചെയ്യാനായിട്ട് 2 മുതൽ 3 വരെയുള്ള വേർഡ്സുകൾ എന്ത് ചെയ്യുന്നു, പറയുന്നു. 2-3 വേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവര് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു കുട്ടിയുള്ള വീട്ടില് ഒരു ആള് വരികയാണെന്ന് വിചാരിക്കുക, ചിലപ്പോ അവരുടെ നെയ്ബർ ആയിരിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം, ആരെങ്കിലും വരികയാണ്. അവര് ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഈ കുട്ടിയുള്ള വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഡെയിലി വരുമ്പോൾ എന്താണ്, കുട്ടിക്ക് അവരുമായിട്ട് എന്ത് ചെയ്യും,
ഒരു ഇന്ററാക്ഷൻ വരും അല്ലെ, ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വരും. കാരണം അത് ഡെയിലി വന്ന് പോകുന്നതാ. അപ്പൊ കുട്ടിയോട് ചോദിക്കുകയാണ് ഇത് ആരാണ് മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ആരാണ് മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുട്ടി എന്ത് പറയും? അതായത് ചിലപ്പോ അവരുടെ പേരിന്റെ ഷോർട്ട് ആയിട്ടായിരിക്കും ചിലപ്പോ പറയുന്നത്. ഇപ്പൊ സരോജം എന്നാണ് അവരുടെ പേരെങ്കില് ചിലപ്പോ കുട്ടി സരോ എന്നായിരിക്കും പറയുന്നത്. അപ്പോ 2 or 3 വേർഡ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നു? കുട്ടി ആ ആളെ പറയാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും തിങ്സ് ആണെങ്കിൽ, ഇപ്പൊ ആനയോ അല്ലെങ്കിൽ പട്ടിയോ പൂച്ചയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി കാണുകയാണെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ, ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? അത് 2 or 3 വേർഡ്സുകളാക്കി പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ പട്ടിയൊക്കെ ആണെങ്കിൽ, പട്ടി കുരയ്ക്കുന്ന ശബ്ദമൊക്കെ കുഞ്ഞുങ്ങൾ കേട്ട് കഴിഞ്ഞാല് പട്ടി എന്നായിരിക്കില്ല പറയുന്നത് അല്ലെ, ബൗ 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 എന്ന് പറയുന്ന ശബ്ദമായിരിക്കും അവരെന്ത് ചെയ്യുക? ഉണ്ടാക്കുക. അതുപോലെ പൂച്ചയാണ് അവിടെ വരുന്നതെങ്കിൽ പൂച്ചയെ ലേബൽ ചെയ്യാനായിട്ട് പൂച്ച എന്നായിരിക്കില്ല അവര് പറയുന്നത്, മ്യാവ് മ്യാവ് എന്നായിരിക്കും പറയുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നേ? ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളല്ലേ? ഇതൊക്കെ ലേബല്, അതായത് ഏതെങ്കിലും ഒരു വസ്തു ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു തിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിക്കോട്ടെ, അവരെ ലേബൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ അപ്പൊ ഞാൻ പേരുകൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ ഡോഗിന്റെ കാര്യം പറഞ്ഞ, ഡോഗിനെ ലേബൽ ചെയ്യാൻ ബൗബോ എന്ന് പറയുന്നു. ബൗബോ എന്ന് പറഞ്ഞാൽ അവർക്കറിയാം അത് പട്ടിയാണെന്ന് അറിയാം. മ്യാവ് മ്യാവ് എന്ന് പറഞ്ഞാൽ അറിയാം അവർക്ക് അത് പൂച്ചയാണെന്ന് അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതലായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ 2 സ്റ്റേജിനേക്കാളും കുറച്ചും കൂടി ക്ലിയർ ആയിട്ടായിരിക്കും ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാവുക. ആദ്യം എന്താ പറഞ്ഞത്? 5 മുതൽ ബർത്ത് ടു 5 മാസം വരെയുള്ള കാര്യം പറഞ്ഞല്ലേ. ദെൻ രണ്ടാമത് 6 മാസം മുതൽ 11 മാസം വരെയുള്ള കാര്യം പറഞ്ഞു. ഇതിൽ 2ൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് മൂന്നാമത്തെ സ്റ്റേജ്, അതായത് 12 months to 17 monthsലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പ്രൊനൗൺസിയേഷൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടായിരിക്കും വരുന്നത്. ഇനി 4 to 6 വേർഡ്സ് വരെയുള്ള വാക്കുകൾ അവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ. 4 to 4 തുടങ്ങി 6 വരെയുള്ള വാക്കുകൾ അവര് ഡെയിലി ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു പ്രായം കൂടിയാണ് ഈ ഒരു 12 to 17 months കേട്ടോ. ഓക്കെ. അപ്പോ പ്രധാനമായിട്ടും ലളിതമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് വാക്കുകൾ ആൻസർ നൽകുന്നു. ദെൻ ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു തിങ്സിനെയോ ലേബൽ ചെയ്യാൻ 2 മുതൽ 3 വരെയുള്ള 2 to 3 വേർഡ്സ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉച്ചാരണം മറ്റ് ഇതിൽ നിന്ന് എന്താണ്? കുറച്ചും കൂടി എന്താണ്? ക്ലിയർ ആയിരിക്കുള്ളൂ. പക്ക ക്ലാരിറ്റി ഉണ്ടാവില്ല കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. എന്നാലും അവർ പറയുന്നതിന് വ്യക്തത കുറവുണ്ടാവും. എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്? അവരത് പറയുന്നുണ്ട്. പിന്നെ 4 to 6 വേർഡ്സ് വരെയുള്ള വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഡെയിലി അവരുടെ ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ക്ലിയർ ആണോ? ഇതുപോലെ ടീച്ചറെ ഈ കുട്ടികൾ സംസാരിച്ച് തുടങ്ങുമ്പോഴേ അതുങ്ങൾക്ക് ഒട്ടുമിക്ക കുട്ടികളും കണ്ടിട്ടുള്ള ഒരു ഇതാണ്, അവർക്ക് കാ പറയാൻ കിട്ടില്ല. കായല്ലേ? കായും തായും ഒക്കെ. കാക്കേനെ ചാച്ച, അങ്ങനെയുള്ള കുറെ വേർഡ്സ്, കാ താ അങ്ങനെയുള്ളതൊക്കെ. അല്ല റാ, അത് ഒരു 4 വയസ്സ് വരെ അങ്ങനെയുള്ള കുട്ടികളെ നമ്മളെ ഹാൻഡിൽ അവിടെ നഴ്സറിൽ വരുന്നുണ്ട്. പിന്നെ നമ്മളതിങ്ങനെ റാ അങ്ങനെ നമ്മൾ നാക്ക് ഇങ്ങനെ പൊക്ക് ഇങ്ങനെ പറയുന്ന പറഞ്ഞിട്ട് അങ്ങനെ കുറെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴാണ് നിങ്ങൾ ആ ഒരു ഇതിലേക്ക് വരുന്നത്. ചില കുട്ടികൾ ചിലവങ്ങൾ പറയും, ചിലവങ്ങൾ പറഞ്ഞു ഒന്നും തിരിയില്ല. തിരിയില്ലല്ലേ? ഒന്നും തിരിയില്ല. പിന്നെ പറയാൻ ചില കുട്ടികൾക്ക് ഭയങ്കര എന്ത് അങ്ങനെ പറയുള്ളൂ അവര്. ചില കുട്ടികൾ പെട്ടെന്ന് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പ്രൊനൗൺസ് ചെയ്യും അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു കേട്ടോ പറഞ്ഞു തന്നേന്. ഓക്കെ. ദെൻ അടുത്തത് 18 to 23 months കേട്ടോ. 18 മാസം തുടങ്ങി 23 മാസം വരെ ഉള്ളത്, അതായത് 2 വയസ്സാകാനായിട്ട് പോകുന്നു. ഓക്കെ. 1.5 വയസ്സിനും ഒരു എന്താ പറയാ 2 വയസ്സിനും ഇടയിലുള്ള ആ ഒരു സമയത്ത് കുട്ടികൾ എങ്ങനെയാണ് ലാംഗ്വേജ് അവർ യൂസ് ചെയ്യുന്നതെന്ന് കേട്ടോ. അതായത് കുട്ടികൾ 50 വേർഡ്സ് എങ്കിലും പറയും ആ ഒരു സമയത്ത് കേട്ടോ.
ആ ഒരു ഏജ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യും 50 വേർഡ്സ് എങ്കിലും പ്രൊനൗൺസ് ചെയ്യാനായിട്ട് തുടങ്ങും കുട്ടികള്. പിന്നെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് മറ്റതിനേക്കാളും കുറച്ചും കൂടി നമ്മളിപ്പോ പറഞ്ഞല്ലോ 12 to 17 months പറഞ്ഞല്ലോ, അതിനേക്കാളും കുറച്ചും കൂടി എന്താണ് ക്ലാരിറ്റി കുറച്ചും കൂടി വരും. എന്നാലും അവ്യക്തമാണ്, അത്രക്ക് അങ്ങോട്ട് നമുക്ക് ക്ലിയർ ആവില്ല പറയുന്നത്. അവർ ഡെയിലി കുട്ടികളോട് പെരുമാറുന്നത്, അതായത് അച്ഛനമ്മയ്ക്കാണെങ്കിൽ പെട്ടെന്ന് കുട്ടി പറയുന്നത് എന്താണെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാല് ചിലപ്പോൾ കുട്ടി പറയുന്നത് മനസ്സിലായിന്ന് വരില്ല. ദെൻ പിന്നീടുള്ള ഒരു പോയിന്റ്, നോർമൽ ആയിട്ടുള്ള ഫുഡ്സ് എന്ത് ചെയ്യുന്നു, അവർ പേരെടുത്ത് ചോദിക്കുന്നു. അതായത് 18 മാസത്തിനും 23 മാസത്തിനും ഇടയിലുള്ള ഇതാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണ ഫുഡ്സ് ഓക്കെ അവർ ഡെയിലി കഴിക്കുന്ന ഫുഡിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചോറ് തരാനോ അല്ലെങ്കിൽ മീനൊക്കെ ആയിരിക്കുമല്ലോ, മീനിനെ പറയാം, മീമി തരാനോ അങ്ങനെയുള്ള, അതായത് അവർക്ക് എന്താണോ ഭക്ഷണം വേണ്ടത് അതെന്ത് ചെയ്യുന്നുണ്ട്, പേരെടുത്ത് ചോദിക്കാനായിട്ട് അവര് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂ പോലുള്ള മൃഗങ്ങളുടെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് പട്ടിയുടെ സൗണ്ട്, അതുപോലെ പൂച്ചയുടെ സൗണ്ട്, കാക്കയുടെ സൗണ്ട്, സിംഹത്തിന്റെ സൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അവരുണ്ടാക്കാനായിട്ട്. സിംഹത്തിന്റെ സൗണ്ട് ഒക്കെ ടി വി വെച്ച് കൊടുത്താലാണ് കേട്ടോ കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുക, അല്ലാതെ അവർക്ക് പറ്റില്ലല്ലോ, കാരണം നമ്മുടെ നാട്ടിൽ സിംഹം ഇല്ലല്ലോ. സാധാരണ കാക്കയും പൂച്ചയും പട്ടിയും നമ്മുടെ നാട്ടിലുള്ള പശു അങ്ങനെയുള്ള മൃഗങ്ങളുടെ എന്താണ് സൗണ്ടാണ് കുട്ടികൾ കൂടുതൽ പറയാനായിട്ട് തുടങ്ങുക. ഓക്കെ, ടി വി കാർട്ടൂൺ വെച്ച് ആ ഒരു സമയത്ത് ഇപ്പൊ 1 വയസ്സ് കഴിയുമ്പോൾ തന്നെ എന്താണ് കാർട്ടൂൺ ചാനലിൽ കുട്ടികളെ കാണിക്കുമല്ലോ. അപ്പൊ എന്താണ് കൊച്ചു ടി വി പോലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ കാർട്ടൂൺ നെറ്റ്വർക്ക് പോലുള്ള ചാനലുകളിലൊക്കെ എന്താണ് ധാരാളം മൃഗങ്ങളുണ്ട് അല്ലെ. അപ്പൊ മൃഗങ്ങളുടെ സൗണ്ട് ഓൾറെഡി അവർ കണ്ട് എന്ത് ചെയ്യും പറയും. അല്ലാതെ ആണെങ്കിൽ പശുവിന്റെ സൗണ്ട്, അതുപോലെ തന്നെ അല്ലെ ആടിന്റെ, ഇതൊക്കെ എന്താണ് നോർമൽ ആയിട്ട് കുട്ടികള് ഇങ്ങനെയുള്ള സൗണ്ട്സ് എന്ത് ചെയ്യാറുണ്ട്, അവര് യൂസ് ചെയ്യാറുണ്ട്. ദെൻ അതുപോലെ തന്നെ എന്റെ, അതായത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നാണ് കേട്ടോ, എന്റെ. ഓക്കെ, എന്റെ പോലുള്ള സർവനാമങ്ങൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അതായത് ഇപ്പോ ഒരു സാധനം, ഒരു കളിപ്പാട്ടം, കുഞ്ഞിന്റെ ഒരു കളിപ്പാട്ടമാണെന്ന് വിചാരിക്കുക, അത് കുട്ടി ഇളയതാണെന്ന് വിചാരിക്കുക, 2 വയസ്സുള്ള ഒരു കുട്ടി ഇളയതാണെന്ന് വിചാരിക്കുക, മൂത്ത കുട്ടി വേറെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇളയ കുട്ടിയുടെ ഒരു കളിപ്പാട്ടം, ഒരു ടോയ് എന്താണ് ഇളയ കുട്ടിയുടെ, ഇത് മൂത്ത കുട്ടി എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ ഇളയ കുട്ടിക്ക് മനസ്സിലാവുകയാണ് എന്താണ് ചേട്ടൻ അതെടുത്തു അല്ലെങ്കിൽ ചേച്ചി അതെടുത്തു എന്ന് കുട്ടിക്ക് മനസ്സിലാക്കുകയാണ്. അപ്പൊ എന്റെ എന്നുള്ള ആ ഒരു ഫീൽ അവിടെ ഉണ്ടാവും. കുട്ടി പറയാനായിട്ട് തുടങ്ങും, ആ ടോയ് എന്റേതാണ് അല്ലെങ്കിൽ എന്റെയാണ്, അത് നിന്റേതല്ല എന്നുള്ളൊരു വേർതിരിവ് കുട്ടി പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും. അത് അവന്റെ ലാംഗ്വേജിൽ വരും. ഓക്കെ, എന്റെ എന്നുള്ള, ഓക്കെ മൈ, ഓക്കെ ആ ഒരു വേർഡ് എന്ത് ചെയ്യും കുട്ടി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ഈ ഒരു സമയത്താണ്. ഇപ്പോ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുന്നതാണ് അല്ലെ. അതായത് എന്തെങ്കിലും ഒരു സാധനം എടുത്തു കഴിഞ്ഞാല് കുട്ടി എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് വാശി പിടിക്കും, അത് എന്റേതാണ്, അത് അവന്റേതല്ല, ചേട്ടന്റേതല്ല. ഭയങ്കരമായിട്ടുള്ള ഒരു ക്ലാഷ് അവിടെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ 2 വലിയ വേർഡ്സുകൾ എന്ത് ചെയ്യുന്നു ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, വലിയ വേർഡ്സ് കേട്ടോ, വലിയ വേർഡ്സുകളൊക്കെ എന്ത് ചെയ്യുന്നു കുട്ടി ഈ ഒരു സമയത്ത് യൂസ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. ഓക്കെ, അപ്പോ 50 വാക്കുകൾ കേട്ടോ, 18 to 23 months വരെയുള്ളതാണ് പറയുന്നത്. 50 വേർഡ്സ്. അതുപോലെ തന്നെ ഉച്ചാരണം എന്ന് പറയുന്നത് അധികം ക്ലാരിറ്റി ഉണ്ടാവില്ല. സാധാരണ ഫുഡ് ഐറ്റംസ് പേരെടുത്ത് ചോദിക്കാനായിട്ട് തുടങ്ങുന്നു. മൂ പോലുള്ള മൃഗങ്ങളുടെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ എന്റെ എന്നുള്ള ഒരു വേർഡ് അവിടെ കുട്ടി പറയാനായിട്ട് ആരംഭിക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. എന്റേത്, നിന്റേത് അങ്ങനെയുള്ള ഒരു തരംതിരിവുണ്ടല്ലോ, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാ, ഈ ഒരു വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 പദവാക്യങ്ങൾ ഉപയോഗിക്കാനായിട്ട്, 2 വേർഡ്സ്, വലിയൊരു വേർഡ്സ് സെന്റൻസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, 2 വയസ്സ് പ്രായമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഇടയില്? 1.5 വയസ്സ്, 2 വയസ്സ്? ഇവിടെ ഒരു കുട്ടി വന്നിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയല്ല, ആളുടെ അനിയത്തിയുടെ തന്നെ, ആളുടെ അനിയത്തിയാ, പഠിക്കാൻ കുട്ടിയുടെ അനിയത്തിയാ. അവളിങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന ക്ലിയർ അല്ല, എന്നാലും ഇപ്പൊ നമ്മൾ ചോദിക്കും അച്ഛ എന്ത്, കണ്ണാച്ച ചോദിക്കുമ്പോ വീട്ടി ക്ലിയർ അല്ല, എന്നാലും
പറയണത് വീട്ടിൽ വരെ വരുവുള്ളു. പക്ഷെ ബാക്കിയൊക്കെ ഫില്ല് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവള് ഫില്ല് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതും അവൾക്ക് പറ്റണില്ല. അതുപോലെ തന്നെ അമ്മ എന്ത് ജോലി അത്രേ പറയുള്ളൂ. അപ്പൊ അവൾക്ക് ഇമാതിരി 2.5-3 വയസ്സേ ഉള്ളൂ. 2.5 വയസ്സ് ആവുന്നേ ഉള്ളൂ. അപ്പൊ അവളും ഇതുപോലെ തന്നെ പ്രായത്തിനൊക്കെ അവൾക്ക് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ അവൾക്ക് പറ്റണില്ല. പിന്നെ അതുകൂടാതെ ഒരു വർഷം മുമ്പ് ഇവിടെ വേറൊരു കുട്ടി പഠിക്കാൻ വന്നായിരുന്നു. പക്ഷെ അവനെ ആക്ച്വലി പഠിപ്പിക്കാൻ കൊണ്ടുവന്നതല്ല. അവന്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോണ ടൈമില് അവൻ വീട്ടില് ജോലിക്ക് നിൽക്കുന്ന ഒരു ആന്റിയുടെ കൂടെയായിരുന്നു. അപ്പം അവന് ശരിക്കും പറഞ്ഞാൽ അവന് ഈ 2.5 വയസ്സുണ്ടെങ്കിലും ആരും സംസാരിക്കാനില്ല പുള്ളിക്ക്. അപ്പൊ അവന്റെ അമ്മയൊക്കെ നാട്ടിൽ വന്ന സമയത്ത് അവനെ ഇവിടെ ആക്കിയിട്ട് പോയി അമ്മ. അമ്മൂമ്മയുടെ അപ്പന്റെ അടുത്ത് ആക്കിയിട്ട് പോയിട്ട് എന്റെ അടുക്ക് കൊണ്ടുവന്നു. എന്റെ അടുക്ക് കൊണ്ടുവന്ന ആക്ച്വലി അവന് സംസാരിക്കാൻ പഠിപ്പിക്കാനായിരുന്നു. അപ്പൊ അവനും പ്രായം ഉണ്ടെങ്കിലും ഒരു 3 വയസ്സോളം ഉണ്ടെങ്കിലും പുള്ളിക്കും ഇതുപോലെ തന്നെ ഒട്ടും സംസാരിക്കില്ല. എന്ന് വെച്ചാൽ അമ്മേന്ന് വിളിക്കാൻ പോലും പുള്ളിക്ക് അറിയില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. വെച്ചാല് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളില്ല പുള്ളിക്ക്. ആ ഒരു പ്രശ്നം പുള്ളിക്ക് ഉണ്ടായിരുന്നു. അത് പിന്നീട് അവര് തന്നെ എന്നോട് പറഞ്ഞെന്ന്, അമ്മ അച്ഛനും ജോലിക്ക് പോവും, പിന്നെ ആകെ ഉള്ളത് ഒരു ബൈസ്റ്റാൻഡർ ആണ്. അവര് കൊച്ചിന് ഫുഡ് കൊടുക്കും, കളിപ്പിക്കും, അവരവരുടെ ജോലി ചെയ്യുന്നു. അത് കൂടുതൽ കൊച്ചുമായിട്ട് എൻകറേജ് ചെയ്യാൻ അവര് ആരും നിന്നിട്ടില്ല. പിന്നെ എൻ്റെ അടുക്ക് വന്ന് എൻ്റെ വർത്താനമൊക്കെ കേട്ട് എൻ്റെ സംസാരമൊക്കെ കേട്ട് നല്ല ഇമ്പ്രൂവ്ഡ് ആയി. ഒരു 3 മാസം പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കാക്ക, പൂച്ച. പക്ഷെ അവന് പ്രായത്തിനൊത്ത് സംസാരിക്കാനുള്ള വളർച്ച കിട്ടിയില്ല. ഇപ്പൊ ഒരു 3 വയസ്സുണ്ടെങ്കിലും അവൻ സംസാരിക്കുന്നത് ഒരു 1.5-2 വയസ്സുള്ള കുട്ടികളുടെ പോലെയായിരുന്നു. എന്റെ കയ്യിൽ 3 മാസം ഉണ്ടായിരുന്നുള്ളൂ പുള്ളി. പക്ഷെ എന്നെ കൊണ്ട് അത്ര പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പാരന്റ്സിന്റെയും കൂടെ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ വർത്താനം കേട്ട് എനിക്ക് മിസ് പറഞ്ഞപ്പോ അത് അവനെ ആലോചിക്കാൻ പെട്ടെന്ന്. ആരും ഇല്ല അവനെയും കുറ്റം പറയാൻ പറ്റില്ല. അവന്റെ അമ്മയും അച്ഛനും ആരും ഇല്ല. ശരിയാണ്. അങ്ങനെയുള്ള കുട്ടി കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ലാംഗ്വേജ് മാം, എനിക്ക് എന്റെ മോൻ ഇപ്പൊ നെക്സ്റ്റ് മന്ത് അവന് 4 വയസ്സാവും. അവൻ ഇതുപോലെ ആയിരുന്നു. ചെറുപ്പത്തിലേ തുടങ്ങി അവന് സംസാരം എല്ലാം ബാക്കിലോട്ടാണ്. അവന് 9 മാസത്തിലാണ് കമന്ന് പോയത്. എല്ലാം ലേറ്റ് ആയിട്ടായിരുന്നു. എന്റെ 3ാമത്തെ കുട്ടിയാണ്. അപ്പം വേറെ ആരും ഇല്ല, ഞാൻ മാത്രമേ. ഹസ്ബൻഡ് പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാനും 3 പിള്ളേരും കൂടിയാണ്. മൂത്ത ആൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. 2ാമത്തെ ആളും ഇവനും ഒരു 2.5 വയസ്സിന്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ എന്താ പറയാ, വീട്ടിലെ കാര്യങ്ങളും ഇവരെ നോക്കണത് എനിക്ക് സിസേറിയൻ ആയിരുന്നു. അപ്പം വേറൊരു ഹെൽപ്പിന് അങ്ങനെ മോർണിംഗ് ഒരു ചേച്ചി വന്ന് ചെറിയ പണിയൊക്കെ ചെയ്തു പോകുന്നല്ലാണ്ട് വേറെ ഇല്ല. അപ്പൊ ഈ കുട്ടിക്ക് നമ്മള് അങ്ങനെ ഒരു വയസ്സ് വരെ നമ്മള് ഇവന് എന്താ കമന്ന് പോയി, ഞാൻ കമ്മത്തിയൊക്കെ കിടത്തുന്നുണ്ടെങ്കിൽ ഇവൻ തന്നെ കമന്ന് പോയതൊക്കെ എല്ലാം ലേറ്റ് ആയിട്ടാണ്. അപ്പൊ ഇപ്പൊ സംസാരിക്കുന്നില്ല എന്നിപ്പ നേരത്തെ ആരോ പറഞ്ഞില്ലേ. അപ്പൊ അതേപോലെ എന്റെ മോനും 3 വയസ്സിന് 1 മാസം ഉള്ളപ്പോ ഞാൻ അവനെ ഇവിടെ അടുത്തുള്ള പ്ലേ സ്കൂളിൽ കൊണ്ടുവിട്ടു. അവൻ സംസാരിക്കില്ല. അവന് ഇവിടെ മോള് കാർട്ടൂൺ കാണുമ്പോ അവനും കാർട്ടൂൺ കാണാൻ കയറിയിരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ സമ്മതിക്കില്ല, ചാനൽ മാറ്റാൻ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അവൻ സംസാരിക്കുന്ന വെച്ചാൽ സംസാരിക്കും. ഇംഗ്ലീഷ് നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. എല്ലാം അവന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ വാക്കുകൾ കുറവാണ്, വേർഡ്സ് കുറവാണ്. എന്തെങ്കിലും നിനക്ക് പാല് വേണോന്ന് ചോദിച്ചാ അത്രേ പറയുള്ളൂ. വേണമെന്നോ അങ്ങനെ പറയില്ല. വേണ്ടാന്ന് പറയില്ല. അതിന് പകരം നോ, അങ്ങനെ വാക്കുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും അമ്മയാണ്. അപ്പാപ്പനും അമ്മാമ്മയും ഒക്കെ അമ്മയാണ്. ചേച്ചിമാരും അമ്മയായിരുന്നു. അപ്പൊ പിന്നെ 2 വയസ്സിലാണ് കാക്കാന്ന് പറഞ്ഞു തുടങ്ങിയത്. പിന്നെ ഞാൻ സ്പീച്ച് തെറാപ്പി കൊണ്ടുപോയപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാർട്ടൂൺ ടിവിയിലാണ് കാണുന്നത്, മൊബൈൽ കാണിക്കാറില്ല. അപ്പൊ ടിവിയിലാ കാണുന്നപ്പോ അവര് പറഞ്ഞു അത് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ 3 ഡേയ്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ മോളെയും കൂടി കൂട്ടി വിളിച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ പ്രീ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ടീച്ചർമാരോട് പറഞ്ഞു, എന്റെ അടുത്ത് പറയാൻ അവന് മടിയാന്ന് തോന്നുന്നു, നിങ്ങൾ അവന്റെ അടുത്ത് സംസാരിപ്പിച്ച്, അവനെല്ലാം അറിയാം. പക്ഷെ അവന്റെ വാക്കുകളില്ല. അവന് മലയാളം അവനെല്ലാം മനസ്സിലാവുന്നുണ്ട്, ഇംഗ്ലീഷും മനസ്സിലാവുന്നുണ്ട്, പക്ഷെ വാക്കുകൾ കുറവാണ്. അങ്ങനെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, നന്നായി ഇങ്ങനെ അവന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് ശരിക്കും പറഞ്ഞാൽ ബർത്ത്ഡേ അവന്റെ 3rd ഇയർ കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞപ്പം ഒരു സെപ്റ്റംബറിലായിരുന്നു, നവംബർ ആയപ്പോ തുടങ്ങി അവൻ സംസാരിച്ച് ചെറുതായിട്ട് തുടങ്ങി.
പിന്നെ ഒരു 3 മാസം കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഡെവലപ്പായി. ഇപ്പൊ ഫുള്ള് നന്നായി സംസാരിക്കും. ഇപ്പൊ 4 വയസ്സാവാനാ പോണെ. ഫുൾ നന്നായി സംസാരിക്കും. ശരിക്കും ഈ ഒരു ലാംഗ്വേജിന്റെ ഇത് നമ്മള് പാരന്റ്സ് ആണെങ്കിലും ഈ ടിവി പ്രത്യേകിച്ച് നമ്മള് സ്റ്റോപ്പ് ചെയ്യണം. കുട്ടികൾക്ക് കാർട്ടൂൺസ് ഒന്നും കാണിക്കരുത്. അത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം അത് എന്റെ മോനെ അത്രയും എഫക്ട് ചെയ്തിരുന്നു. കാരണം നമുക്കൊരു ഫ്രീ ടൈം കിട്ടാനാണ് നമ്മൾ അവർക്ക് ടിവി ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ അത് അവരെ നമ്മള് ശരിക്കും ഇതാക്കുവാണ്, ഡൗൺ ചെയ്യാണ്, അവരെ എൻകറേജ് ചെയ്യുന്നില്ല. അപ്പൊ ഇപ്പോഴും ഞാനത് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ഞാൻ വെറുതെ ഒന്ന് ട്രയല് നോക്കി അവന് കാർട്ടൂണിൽ നിന്ന് മാറിയോന്ന് പറയാൻ. പക്ഷെ 1/2 hour കഴിഞ്ഞിട്ട് ഞാൻ നിർത്താന്ന് പറഞ്ഞപ്പോ അവൻ സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ പതുക്കെ സ്ലീപ്പ് മോഡ് ടിവിയിൽ റിമോട്ടിൽ ഇട്ടിട്ട് ഓഫ് ചെയ്തു, കറണ്ട് പോയിന്ന് പറഞ്ഞ് അങ്ങനെ ആക്കുക ചെയ്തത്. പിന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഷെയർ ചെയ്തതിന് താങ്ക് യു കേട്ടാ. ഓക്കെ, രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ. ഇപ്പൊ സിജി പറഞ്ഞു അതൊക്കെ എന്ത് ചെയ്യാം, ഇപ്പൊ കാർട്ടൂൺസ് ഒക്കെ കാണിക്കുന്നതിലൂടെ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും കുട്ടിക്ക് ഉണ്ടാവുക. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുട്ടിയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. നല്ല അതായത് അവന്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് പാരന്റ്സ് എന്ന രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾ ഒരു സ്കൂളിൽ ചെല്ലുമ്പോഴായാലും കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ഇന്ന് ഇവിടം വരെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ആരെങ്കിലും ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ? ആക്ഷൻ സോങ് ആരെങ്കിലും ഒരാളൊന്ന് ചെയ്യോ? ആക്ഷൻ സോങ് ചെയ്യോ? ആരും ഇല്ല. ആക്ഷൻ സോങ് ചെയ്യാൻ ആരില്ല. നിങ്ങൾ ചെയ്യാറില്ലേ ക്ലാസ്സിലൊന്നും? വേറെ ക്ലാസ്സുകളിൽ ചെയ്യാറുണ്ടോ? ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ആക്ഷൻ സോങ് കഴിഞ്ഞു, റോൾ പ്ലേ കഴിഞ്ഞു. ഞങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതാണ് മാം. എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, ബാലൻസ് ഒന്നുമില്ല. ഇനി സ്റ്റോറി ടെല്ലിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആരും ചെയ്തു തുടങ്ങിയിട്ടില്ല. ഒരു കുട്ടി അങ്ങോട്ട് ചെയ്തു. പിന്നെ ടൈം ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. അതെ, സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങി അല്ലേ? യെസ് മാം, സ്റ്റോറി ടെല്ലിംഗ് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ, ആരും ആയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പ്രൊജക്ട് വർക്ക്സ് തന്നിട്ടുണ്ട് ഇപ്പം. അപ്പൊ എല്ലാരും ഇപ്പൊ അതിന്റെ പിന്നാലെയും തോന്നുന്നുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോറിയാണോ തരുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും അതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? ടോപ്പിക് ഇല്ല മാം, കുട്ടികൾക്ക് അത് പറ്റുന്ന തരത്തിലുള്ള സ്റ്റോറീസ്, അവരെ പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും സ്റ്റോറി, മോറൽ വാല്യൂസ് ഉള്ളതോ അങ്ങനെ എന്തെങ്കിലും ഇംഗ്ലീഷിലായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാവരും അത് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കത് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അടുത്തത് കുറച്ചുകൂടി ഉണ്ട്. 5 വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്കൊന്ന് വേറെ, അതായത് ടേബിൾ ആക്കി ഇംഗ്ലീഷിൽ ഒന്ന് തിരിച്ച് തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. എന്റെ അടുത്ത് ഉണ്ടായിരുന്ന ആ ഫയല് ഫോണിൽ നിന്ന് മിസ്സിംഗ് ആയി, ഒന്ന് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ നിങ്ങള് അത് ഇംഗ്ലീഷിൽ തന്നെ എന്ത് ചെയ്യാം, അതായത് ആ ടേബിൾ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തെടുത്താൽ മതി സ്ക്രീനിൽ കാണിക്കുമ്പോൾ കേട്ടോ. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞതിന്റെ തന്നെ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോ മൈൻഡ് ചെയ്തോട്ടെ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Good night, ma'am. Thank you, ma'am.